ഒരു വേദനയുടെ സമയത്ത്, ഒരു പ്രയാസത്തിൻ്റെ സമയത്ത്, എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന സമയത്ത് ദൈവമായ കർത്താവിനോട് ഉള്ളൊരുകി പ്രാർത്ഥിച്ചു. ആ അടുത്ത വാക്യം ഇങ്ങനെയാണ്: കർത്താവേ, ബലവാനെതിരെ ബലഹീനനായ ആളുകളെ സഹായിക്കാൻ അവിടുന്നല്ലാതെ മറ്റാരുമില്ല. ഇതെപ്പോഴും പ്രാർത്ഥിക്കണം. ബലവാനെതിരെ ബലഹീനരായ ഞങ്ങളെ സഹായിക്കാൻ ദൈവമേ അങ്ങല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ കുടുംബത്തെ ഈ അവസ്ഥയിൽ സഹായിക്കാൻ, ഞങ്ങളുടെ ഈ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഈ സമയത്ത് ഞങ്ങളെ സഹായിക്കാൻ അവിടുന്നല്ലാതെ മറ്റാരുമില്ല. കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഞങ്ങളാകെ കുഴഞ്ഞു മറിഞ്ഞ ഒരവസ്ഥയിലാണ്, മനസ്സസ്വസ്ഥമാണ്, ഭാരമുണ്ട്, ഭയമുണ്ട്. ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥിച്ചു. എന്നിട്ട് അടുത്ത വാക്യം: ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ ശരണം പ്രാപിക്കുന്നു, ഞങ്ങളെ സഹായിക്കണമേ. പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ച് ദൈവത്തിൽ ശരണം വച്ച് പ്രാർത്ഥിക്കുവാണ്. പ്രാർത്ഥന ഒറ്റ കാര്യമുള്ളൂ: ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ, ദൈവമേ ഞങ്ങളുടെ കുടുംബത്തെ സഹായിക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് തീരുമാനമെടുക്കുവാൻ, ഉചിതമായ തീരുമാനമെടുക്കുവാൻ, അവരെ നേർവഴിക്ക് നയിക്കുവാൻ അതിനുള്ള കഴിവ്, ബുദ്ധി, ശക്തി തന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് നല്ലൊരു ഭാവി തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതം തന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഒരു ജോലി തന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഈ പ്രതിസന്ധികൾ മാറ്റി ഞങ്ങളെ സഹായിക്കണമേ. ഈ രോഗം സൗഖ്യമാക്കി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിനകത്തുള്ള ചെറുതും വലുതുമായ പിണക്കങ്ങളും വഴക്കുകളും വാശികളൊക്കെ മാറ്റി ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥിച്ചു. അടുത്ത വാക്യം: അവിടുത്തെ നാമത്തിലാണ് ഞങ്ങൾ ഈ വലിയ സൈന്യത്തിനെതിരെ വന്നിരിക്കുന്നത്. കർത്താവേ, അവിടുന്നാണ് ഞങ്ങളുടെ ദൈവം. അങ്ങേക്കെതിരെ മർത്യൻ പ്രബലനാകരുതേ. 12-ാമത്തെ വാക്യം നോക്കുക: ആസായുടെയും യൂദയായുടെയും മുൻപിൽ കർത്താവ് എത്യോപ്യക്കാരെ പരാജയപ്പെടുത്തി. അവർ തോറ്റോടി. ദൈവത്തിൻ്റെ ശക്തമായ സഹായം പ്രാർത്ഥിച്ചവർക്ക് ലഭിച്ചു. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ അവർക്ക് ലഭിച്ചു. ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം അവർക്ക് ലഭിച്ചു. ആർക്ക്? ദൈവസന്നിധിയിൽ ഉള്ളൊരുകി പ്രാർത്ഥിച്ചവർക്ക്.